ഇതൊരു ഷോ ഓഫ് വീഡിയോ ആണെങ്കിലും വരും വർഷങ്ങളിൽ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു രസമൊക്കെ ആയിരിക്കും. അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയൊക്കെയാണ് അവരുടെ ബർത്ത്ഡേസൊക്കെ ആഘോഷിച്ചതെന്ന് അവർക്കൊന്ന് കാണാമല്ലോ. ഇന്ന് ജൂൺ 9 നിഹാര ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 6 വർഷം തികഞ്ഞു. കഴിഞ്ഞ ബർത്ത്ഡേകളൊക്കെ ഞങ്ങൾ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിട്ടാണ് ആഘോഷിച്ചത്. ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് സ്കൂളൊക്കെ തുറന്നതുകൊണ്ടും ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണ്. അതുകൊണ്ട് ഇവിടെ ഗ്രാൻഡ് പാരൻസ് ആരും വന്നിട്ടില്ല. ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും മാത്രമാണ് ഇപ്രാവശ്യം ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഞങ്ങൾ രാത്രി തന്നെ എന്ത് ചെയ്ത് ഇവരൊക്കെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ ഡെക്കറേഷൻ തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ ബാക്കിയുള്ള സാധനങ്ങളാണ് ഇപ്രാവശ്യം എടുത്തത്. കുറച്ച് ബലൂൺസും അങ്ങനെ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവരുടെ കിഡ്സ് റൂം ആകെ ഒരു അലങ്കോലമാക്കി കൊടുത്തു. ഞങ്ങൾ മേടിച്ച് വെച്ച ഗിഫ്റ്റുകളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ആളിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി കിടന്നുറങ്ങി. രാവിലെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൂഡിൽസാണ് ഉണ്ടാക്കിയത്. അങ്ങനെ രണ്ടുപേരും നൂഡിൽസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇനി അടുത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമുണ്ട് ഇവിടെ, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അതുപോലെ നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം, നല്ല വലിപ്പമുണ്ട്. ഇവരുടെ അച്ഛൻ കുസാറ്റ് പഠിച്ചിരുന്ന കാലത്ത് ഉള്ള കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ് ഈ അമ്പലത്തെ പറ്റിയും ഇവിടെ വന്നിരിക്കുന്നതിനെ കുറിച്ചൊക്കെ. ഞാൻ ഈ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അത്രയും വീഡിയോ ഇടാൻ മാത്രം ഉണ്ട് ആ അമ്പലം. നല്ല ഭംഗിയുള്ള അമ്പലമാണ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവർ നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, എടപ്പള്ളിയിലുള്ള സെൻറ്റ് ജോർജ് ചർച്ചിലേക്ക് പോയി. AD 593 ഉണ്ടാക്കിയ ചർച്ചാണെന്നാണ് നമ്മളെ വിക്കിപീഡിയ ഒക്കെ പറയുന്നത്. എന്തായാലും നല്ല വലിയ ചർച്ചാണിത്. ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം കുർബാന കഴിയാനായി. കുട്ടികൾക്ക് കുറച്ചൊക്കെ കുരിശ് വരെയൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തതായിട്ട് ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടി നമ്മളെ കേക്ക് ഹട്ടിലേക്ക് പോയി. ഒരുപാട് ടൈപ്പ് കേക്ക് അവിടെ ഉണ്ട്. അതിൽ ഞങ്ങൾ ഇതുവരെ കഴിക്കാത്ത, ഞങ്ങൾ കാണാത്തൊരു കേക്ക്, ഒരു പിസ്തയുടെ കേക്ക് ഉണ്ട്. അതൊരു ചെറുതൊരെണ്ണം വാങ്ങി. ഒരുപാട് നമ്മൾ വലിയത് വാങ്ങിച്ചാൽ തീരൂല. അപ്പോൾ ഒരു ദിവസം നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആകെ ഒരു മടുപ്പും വരും. അതുകൊണ്ട് ഇപ്രാവശ്യം ചെറിയ കേക്കാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അടുത്തായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്തായിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കലാണ്. ലഞ്ചിന് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ രണ്ടുപേരും പറഞ്ഞു ബർഗർ വേണമെന്ന്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ബർഗർ മേടിച്ചിട്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പം ഇങ്ങനെ ഫുഡ് പെട്ടെന്ന് അത്യാവശ്യം വരുന്ന സമയത്ത് മാത്രമേ മക്ഡൊണാൾഡിൽ നിന്ന് ബർഗറൊക്കെ മേടിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ജങ്ക് ലഞ്ച് ആവട്ടെ എന്ന്. അങ്ങനെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റിയിട്ട് കാക്കനാടുള്ള വോയേജറിൽ പോയി. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് ബർഗറാണ്. ബർഗർ ഭയങ്കര ഹെവി ആയിരുന്നു. ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങളങ്ങനെ 2 ബർഗറും ഫ്രൈസും പിന്നെ അതുപോലെ സ്പെഗറ്റിയും പിന്നെ ഒരു ജ്യൂസും മേടിച്ചു, ഷേക്കും മേടിച്ചു, കോൾഡ് കോഫി ഷേക്ക് അതും മേടിച്ചു. അങ്ങനെ ടോട്ടലി പറയുവാണെങ്കിൽ കഴിച്ച മുഴുവൻ ഞങ്ങൾ രണ്ടുപേരുമാണ്. ഇവർ പകുതി ബർഗർ കഴിച്ചപ്പോൾ തന്നെ ഇവർക്ക് വയറ് ഫുള്ളായി. അങ്ങനെ നല്ല ഹെവി ആയിട്ട് തന്നെ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞു. അത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ നിന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഒരു ചേച്ചി അനിയനും കൂടി തന്നെയാണ് കേക്കിൻ്റെ എല്ലാ പരിപാടിയും ചെയ്തത്. അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ഗിഫ്റ്റൊക്കെ പൊളിച്ചു നോക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എൻ്റെ വീട്ടിൽ ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്ത് തീർത്ത് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവർക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലേ ഏരിയയിലൊക്കെ പോയിട്ട് കളിക്കാൻ. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ BCBയിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇവിടെ തൃപ്പൂണിത്തറയിൽ ഒരു പുതിയൊരു സോഫ്റ്റ് പ്ലേ ഏരിയ തുടങ്ങിയിട്ടുണ്ട്, കിഡ്സ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട്. പുതിയതാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ അതുപോലെ തന്നെ മോട്ടോർ സ്കില്ല് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടോയ്സ് അതുപോലെ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ പൈസ കുറച്ചധികമാണ് BCBനേക്കാളും. പക്ഷേ പുതിയതും അതുപോലെ തന്നെ ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് നമുക്കധികം നഷ്ടമായിട്ട് തോന്നില്ല. പിന്നെ ഇവിടെ ആകെ എനിക്കൊരു നഷ്ടം തോന്നിയത് ഇവരുടെ സോക്സാണ്. നമ്മൾ പൊതുവെ എല്ലായിടത്തിലും കുട്ടികൾക്ക് മാത്രമാണ് സോക്സ് ഉണ്ടാവാറ്. അപ്പം ഇവിടെ നമ്മൾ പാരൻസിന് ഒരു കുട്ടിക്ക് കൂടിയിട്ട് പാരൻസിന് കയറാം. അപ്പം പാരൻസിന് സോക്സ് വേണം. നമ്മൾ സോക്സ് എടുക്കാത്തതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ മേടിച്ചു. പെർ പീസ് 60 റുപ്പീസാണ്. പക്ഷേ അതിനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ അവർ വലിയ അക്ഷരത്തിൽ ഇവരുടെ കിഡ്സ് പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് പിന്നീട് ഇത് എവിടേക്ക് പോകുമ്പോഴും ഇടാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ മാള് അത് ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല, എസ്കലേറ്ററും ഇല്ല. അതുകൊണ്ട് നമ്മൾ നടന്ന് കയറി പോകണം. ഫസ്റ്റ് ഫ്ലോറിലാണ്. എന്നാലും നമ്മൾ അത്രയും സ്റ്റെയർ കയറിയിട്ട് പോകണം. പാർക്കിംഗ് ചെയ്തിട്ട്
സ്റ്റെയർ അത്രയും കയറാനുണ്ട്. അതൊഴികെ കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. 2 മണിക്കൂർ അവർ അവിടെ നിന്ന് തകർത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിടിച്ച് വലിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറായിട്ട് ഒരു ബിരിയാണി മേടിച്ച്, സ്വിഗ്ഗിയിൽ നിന്ന് ഒരു ബിരിയാണി മേടിച്ച് ഡിന്നർ കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. കുട്ടിക്കുടിയേ മിറ്റിക്കുടിയേ തല തിരിഞ്ഞേ വര തെളിഞ്ഞേ കുട്ടിക്കുടിയേ ചിക്കിത്തിരിയേ പിരിപിരിഞ്ഞേ നിലമറിഞ്ഞേ പതി പതിയേ ചിരി വിരിഞ്ഞേ മതി മറന്നേ മനോരാജ്യമേ നേരാ നീ കാണാൻ എന്ത് ചേല നീ മിണ്ടാൻ നേരം നേരാ നീ സാദാ സിൻഡറേല കുട്ടിക്കുടിയേ ചുറ്റിത്തിരിയേ പിരിപിരിഞ്ഞേ നിലമറിഞ്ഞേ Sing ചേട്ടാ കണ്ണാലെ കണ്ണാകെ തൊട്ടപ്പോ തന്നെ പൊട്ടിപ്പോയെന്റെ കണ്ണിൻ പിഞ്ഞാണം പിന്നാലെ ചുറ്റുമ്പോ തന്നെ തെറ്റിപ്പോയെന്റെ ഉൾഘടികാരം ടക്ക് പിടിച്ചും കണ്ടെന്നേ നീ നെഞ്ചേലെന്നും കുത്തി വലിക്കുന്നേ പതി പതിയേ ചിരി വിരിഞ്ഞേ മതി മറന്നേ മനോരാജ്യമേ കുട്ടിക്കുടിയേ മിറ്റിക്കുടിയേ പിരിപിരിഞ്ഞേ നിലമറിഞ്ഞേ നേരാ നീ കാണാൻ എന്ത് ചേല നീ മിണ്ടാൻ നേരം നേരാ നീ സാദാ സിൻഡറേല കുട്ടിക്കുടിയേ മിറ്റിക്കുടിയേ തല തിരിഞ്ഞേ നിലമറിഞ്ഞേ റത്തനന്നേ 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 തരനന്നേ സിംഗ് ചേട്ടാ റത്തനന്നേ